ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, അന്നിങ്ങനെ ചാലക്കുടി പോയി. പിന്നെ ആതിരപ്പള്ളി പോകാൻ പറ്റിയില്ല, എറണാകുളം പോകാൻ പറ്റിയില്ല, ഇക്കാക്ക് അർജൻറ്റായിട്ട് നാട്ടിൽ വരേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പകരം എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോന്നിരിക്കുകയാണ് കേട്ടോ. സംഭവം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത്, എപ്പോഴും ഇറങ്ങണ പോലെ തന്നെ. പിന്നെ ഞങ്ങൾ ചാലക്കുടി എത്തി. അന്ന് എടുത്ത അതേപോലെ അതേ സെയിം ഹോട്ടലിൽ തന്നെയാണ് റൂം എടുത്തിട്ടാണ്. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം ആതിരപ്പള്ളി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. ഞങ്ങൾ വന്ന് ചാലക്കുടി റൂമൊക്കെ എടുത്ത് നിന്നു. പിന്നെ അപ്പോൾ റൂമിലെത്തി. ആദി എന്നാണ് പറയുന്നത്, ഹസിനൂന് ചോറ് കൊടുക്കുകയാണ് കേട്ടോ, കുറുക്ക് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ കയറിയപ്പോൾ ഇങ്ങനൊരു ഫ്രൂട്ട് കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പുറത്ത് നമ്മൾ സഫർ ജെല്ലി ഉണ്ടല്ലോ, സഫർ ജെല്ലിയുടെ ഞാൻ ആദ്യമായിട്ടും ഫസ്റ്റ് കണ്ടേക്ക് ഞാൻ നമ്മളെ അത്തിപ്പഴം ഉണ്ടല്ലോ അതാണെന്ന് വിചാരിച്ച്. പിന്നെ സഫർ ജെല്ലിയുടെ പോലെയാണ് സംഭവം. പുറമേ സഫർ ജെല്ലിയാണ്, അതിൻ്റെ റെഡ് കളറ്. പിന്നെ അകത്ത് നമ്മുടെ ആപ്പിളിനെക്കാട്ടിലും ഒന്നും കൂടെ സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ട് കാണും കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ അതിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം എന്താ പറയുക, ആതിരപ്പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുക പരിശോധിച്ച ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ അതുണ്ടാക്കി ഇറങ്ങിയേക്ക് നമ്മളെ വണ്ടി പണി തന്നു. വണ്ടിക്ക് എന്തൊക്കെ കേട് പറയാൻ നിൽക്കറിയില്ല, എന്തൊക്കെ ഫുൾ അയച്ച് പണിയെടുത്ത് നേരം പോലെ ആക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത് കേട്ടോ. അതിന് 1.5 മണിക്കൂർ വെറുതെ പോയി. വർക്ക്ഷോപ്പിൽ കുറേ നേരം നിന്നു. പിന്നെയും നിന്ന് മടുത്തപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കുറേ നേരം വർക്ക്ഷോപ്പിൽ നിന്നും കുറേ ടൈം എടുത്തു. 1.5 മണിക്കൂറിലേറെ എടുത്തുകൊണ്ടു നേരാക്കാനായിട്ട്. അപ്പോൾ കുറേ നേരം അങ്ങനെ നിന്നിട്ട് അവസാനം നിന്ന് മടുത്ത് ഫുഡ് കൂടെ കഴിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അടുത്ത് തന്നെ ഒരു ഷാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഷാപ്പിലെ ഫുഡ് പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോയി കഴിക്കാറുണ്ട് ഷാപ്പിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇക്കങ്ങനെ ചെമ്മീനും കപ്പയെടുത്തു. ഞാൻ സാധാ ചോറും അതിലേക്ക് പലതരം കൂട്ടാനും പിന്നെ ബീഫും എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ നേരാക്കി ഇറങ്ങി. പിന്നെ ആതിരപ്പള്ളി ഞാൻ ഇതിനു മുമ്പും പോയിട്ടുണ്ട് കേട്ടോ. 2 തവണ ഞാൻ പോയിട്ടുള്ളതാണ്. ഇത് 3ാമത്തെ തവണയാണ് പോണത്. പിന്നെ അന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കാര്യങ്ങൾ അതൊന്നും ഇല്ല സംഭവം. ഇപ്പോഴല്ലേ ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയത്. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ പോണ വഴി എന്ന് പറയുന്നത് അടിപൊളി വൈബാണ് കേട്ടോ. നമ്മളെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടും മരങ്ങളും കാര്യങ്ങളും എന്തായാലും അടിപൊളിയാണ് ഇതിനൊക്കെ പോകാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയിട്ടോ ഗായ്സ്. സംഭവം ഞങ്ങൾ വണ്ടികൾ ഇങ്ങനെ എവിടുന്നോ തുടങ്ങിയിട്ടുണ്ട് വണ്ടികൾ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോഴേ ഞങ്ങൾ വിചാരിച്ച് നല്ല തിരക്കായിരിക്കുമെന്ന്. സംഭവം അതന്നെ, അടിപൊളി തിരക്കായിരുന്നു. അത്രയും വണ്ടികൾ നിർത്താൻ പോലും അവിടെ സ്ഥലമല്ല കേട്ടോ, അത്രയും തിരക്കായിരുന്നു. സംഭവം തന്നെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ വെള്ളം നിറയെ ഉണ്ടാവും, വെള്ളച്ചാട്ടവും അടിപൊളിയായിരിക്കും. ആ ഒരു മൈൻഡിൽ വരുന്നവരാണ് എല്ലാവരും. ഞങ്ങളും അതൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് സംഭവം പോണത് കേട്ടോ. അങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എന്തായാലും ചെന്ന് പാർക്ക് ചെയ്ത്. പിന്നെ ഞാൻ ഇപ്പം തന്നെ കുറേ കടകളും കാര്യങ്ങളൊക്കെ കണ്ടുവെച്ച് തിരിച്ച് വരട്ടെ സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇക്കാക്ക് ഇങ്ങനെ ഒരാളെ കിട്ടി പരിചയപ്പെടാൻ. ഇക്കാക്ക് പിന്നെ ഒരാളെ കിട്ടിയാൽ മതി, വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ, ആളെ പിന്നെ വിടൂല, അതാണ് ആൾ. അപ്പോൾ അവരാണെങ്കിൽ ലോകം മൊത്തം ചുറ്റി നടക്കുന്ന ആളാണ്. പക്ഷേ ഒരു യൂട്യൂബ് ചാനലില്ല അത്രേ. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു
ഇങ്ങനെ എല്ലായിടത്തും കൂടിയും കറങ്ങി നടക്കുന്ന ഒരാളല്ലേ. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ക്ലിക്കായാലോ റീച്ചായാലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പിന്നെ ഞങ്ങളെ ചാനലിൻ്റെ പേരൊക്കെ എഴുതി സേവ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് മാത്രമല്ല കേട്ടോ, അങ്ങനെ കുറേ ചാനൽ കണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഇതുപോലത്തെ യൂട്യൂബേഴ്സിനെ ആരെങ്കിലുമൊക്കെ കണ്ട് പരിചയപ്പെട്ട അപ്പോൾ അവരെ ചാനലിൻ്റെ പേര് അവർ എഴുതി സേവ് ആക്കി കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് ആ കൂട്ടത്തിൽ എൻ്റെയും കൂടെ എഴുതി സേവ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോയി സൗകര്യത്തിനനുസരിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. കുട്ടീനെ എടുത്തിട്ട് ഓടുന്നുണ്ട്, കണി പേടിയായിട്ട്. എങ്ങാനും ഒരു ഇറക്കം പോലെയല്ലേ, എങ്ങാനും തട്ടി തടഞ്ഞെങ്ങാനും വീണാലോചിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല. കുട്ടീനെ എടുത്തും കൊണ്ടാണ് ആ ഓടിപ്പോണത്. അവസാനം അവിടെ പോയി ഒരു ഇരുത്തുണ്ട് ക്ഷീണിച്ചിട്ട്. അല്ലെങ്കിൽ ഓടേണ്ട വല്ല ആവശ്യമുണ്ടോ, മെല്ലെ നടന്നു പോയാൽ പോരെ. എന്തായാലും അപ്പോൾ ഞങ്ങൾ അവസാനം ഇവിടെ എത്തി. നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല, അങ്ങോട്ട് പോകുമ്പോഴായിരുന്നു പ്രശ്നം, തിരിച്ചു പോകുമ്പോൾ. എന്തായാലും പിന്നെ ഇക്കാക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ മേലെ തന്നെ ഇരുന്നു കേട്ടോ. ഞാൻ പിന്നെ താഴോട്ട് ഇറങ്ങി വന്ന് വെള്ളച്ചാട്ടം വീഡിയോ എടുക്കണമല്ലോ, ഇതുവരെ എന്തായാലും വന്നതല്ലേ, വീഡിയോ എടുക്കാതെ പോകാൻ പറ്റുമോ. ഇതായിരിക്കണം കേട്ടോ കുട്ടീനെ എടുത്തിട്ട് ഞാൻ സൂം ചെയ്തതാണ്. അത് വെള്ളച്ചാട്ടം എടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാണ് താഴോട്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഞങ്ങൾ വാഴച്ചാലുണ്ടല്ലോ, വാഴച്ചാൽ പോയി. വാഴച്ചാലിൽ നിന്ന് അങ്ങനെ വാൾപ്പാറ അങ്ങനെ പോണച്ചിട്ടായിരുന്നു. പക്ഷേ ചെക്ക് പോസ്റ്റിൽ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു 4 മണിക്ക് ശേഷം 2 വീലേഴ്സ് കടത്തി വിടൂല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. വാഴച്ചാൽ പിന്നെ അവിടെ ഇറങ്ങിയില്ല, അവിടെ പോയിട്ടുള്ളതാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ള ലെവലിൽ അവിടെ ഇറങ്ങുമൊന്നും വീഡിയോ എടുക്കുകയൊന്നും ചെയ്തില്ല. പിന്നെന്താ ഇങ്ങനെ ഒരു കുട്ടി വെള്ളച്ചാട്ടം കണ്ടുട്ടാ. പിന്നെന്താ ഞങ്ങൾ ഇങ്ങനൊരു വെള്ളച്ചാട്ടം കണ്ടു. ഇത് പോകുമ്പോഴേ കണ്ട് ഞങ്ങൾ വരുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മഴയും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടുന്ന് കുറേ വീഡിയോസും റീൽസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ നാളെ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ റൂമിൽ പോവാം, നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, കിടന്നുറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടാ. പിന്നെ അവിടെ പോയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.